എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വചനമാണ്. 1 യോഹന്നാൻ 3 അതിൻ്റെ 7 മുതലുള്ള വചനഭാഗങ്ങൾ. കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ്. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്ന് ഉള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. ഇപ്പൊ പിശാചിന്റെ ഒരു സ്വഭാവത്തെയാണ് ആദ്യം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനും പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. ഇന്നത്തെ പാപത്തെ നമ്മളൊന്ന് നിർവചിക്കുന്ന നല്ലതാണ്. ഇവിടെ ആദ്യ അധ്യായങ്ങൾ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ പിശാചിന്റെ എൻട്രി കാണുന്നുണ്ട്. ആരോടും ചോദിച്ചിട്ടല്ല പിശാച് പർദീസായിലേക്ക് വന്നത്, ആരുടെ അനുവാദം എടുത്തിട്ടല്ല, ഇടിച്ചു കയറി വരികയോ ചെയ്തു. അതുകൊണ്ട് ശ്രദ്ധിക്കണം, പിശാച് അങ്ങനെയാണ് വരും. നമ്മുടെ ആരുടെയും അധികാരമോ അവകാശമോ ഒന്നും ചോദിച്ചിട്ടല്ല നമ്മളെ പ്രലോഭിപ്പിക്കാനും നമ്മളെ വീഴിക്കാനും നമ്മളെ വഞ്ചിക്കാനും നമ്മളെ ചതിക്കാനുമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നമ്മുടെ പെർമിഷൻ ചോദിച്ചിട്ടല്ല, അവൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. അവൻ നുണ പറയുന്നത് അങ്ങനെ അല്ലാതെ അവന് ചെയ്യാതിരിക്കാൻ പറ്റാത്ത കൊണ്ടാ. അല്ലെ, പട്ടിയുടെ സ്വഭാവം എന്നാ? പട്ടിയെ നിങ്ങൾ കാണുമ്പോഴോ നിങ്ങൾ പട്ടിയെ കാണുമ്പോഴോ പട്ടി എന്നാ ആദ്യം ചെയ്യുന്നത്? പട്ടി കുരയ്ക്കും, ഇല്ലേ? പട്ടി കുരയ്ക്കും. അത് പട്ടിയുടെ സ്വഭാവമാണ്. അത് പട്ടിയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് പട്ടി ആരെ കണ്ടാലും പട്ടി ഇങ്ങനെ കുരയ്ക്കും. അത് പട്ടിയുടെ എന്ന് പറയുന്ന പോലെ പിശാചിന്റെ അവനിൽ അന്തർലീനമായിരിക്കുന്ന സ്വഭാവമാണ്. അവൻ നമ്മളെ പാപത്തിന് നിർബന്ധിക്കും, അവൻ നുണ പറയും, അവൻ വഞ്ചിക്കും. അവൻ, വചനം പറയുന്നു, നുണയനും നുണയുടെ പിതാവുമാണ്. ഇപ്പൊ പിശാചിൽ അന്തർലീനമായിരിക്കുന്ന അവന്റെ സ്വഭാവം തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഈ നുണ പറയിക്കുക, വഞ്ചിക്കുക, പ്രലോഭിപ്പിക്കുക. അതൊക്കെ പിശാചിന്റെ സ്വഭാവത്തിലുള്ളതാണ്. അവൻ അത് ചെയ്യും. പിശാച് എന്നെ പ്രലോഭിപ്പിക്കരുതെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല, കാരണം അവൻ അവന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ ചില സമയത്ത് ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ, പിശാചിന്റെ അത്രയും കഠിനാധ്വാനം ദൈവമക്കൾ ചെയ്തിരുന്നെങ്കിൽ എപ്പോഴേ നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോയനെ. പിശാച് കഷ്ടപ്പെടുന്നതിന്റെ 10-1 ദൈവരാജ്യത്തിന്റെ മക്കളായി, ദൈവമക്കളാണ് നമ്മളല്ലേ? അങ്ങനെയല്ല വചനം, നമ്മൾ ദൈവത്തിന്റെ മകനും മകളുമാണ്. അപ്പൊ ദൈവമക്കളായ നമ്മൾ ദൈവമക്കളുടെ പദവിക്കനുസരിച്ച് നമ്മൾ ഓരോ ദിവസം ജീവിക്കുകയാണെങ്കിൽ എത്രയോ പെട്ടെന്ന് നമ്മൾ സ്വർഗത്തിന്റെ അവകാശികളായി മാറിയാനെ. പിശാച് അവന്റെ സ്വഭാവം നിരന്തരം, അവന്റെ സ്വഭാവം ഇങ്ങനെ ശക്തമായി ദൈവമക്കൾക്കെതിരെ അവൻ പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞ വചനം പറയാന്ന്, പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. ഇവിടെ പാപം എന്താണെന്ന് നിർവചിക്കുമ്പോൾ ഒരൊറ്റ വാക്കി പറഞ്ഞാൽ, ഒത്തിരി എക്സ്പ്ലനേഷനിലേക്കൊന്നും അച്ഛൻ പോകുന്നില്ല. അവൻ ആദ്യം ദൈവമക്കളെ നിർബന്ധിച്ച പാപം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ നിന്നും, ദൈവസ്നേഹത്തിൽ നിന്നും, ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്നും പിശാച് സ്വന്തം മക്കളെ അകറ്റി. ഹല്ലേലൂയ. അതിനാണ് പാപം എന്ന് പറയുന്നത്, അല്ലേ? പാപം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന അവസ്ഥയാണ് പാപം. ദൈവത്തിൽ നിന്നും, നമ്മുടെ സഹോദരങ്ങളിൽ നിന്നും, പ്രകൃതിയിൽ നിന്നും. അങ്ങനെയാണല്ലോ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ട്. പാപം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധത്തിന്റെ തകർച്ചയാണ്. ദൈവവുമായിട്ടും സഹോദരങ്ങളുമായിട്ടും എനിക്ക് എന്നോട് തന്നെയും പ്രകൃതിയോടുള്ള ബന്ധത്തിന്റെ തകർച്ചയാണ് പാപമെന്ന് പറയുന്നത്. അതാണ് ഈ ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിച്ച ആദ്യ പാപം, പിശാചിന്റെ പ്രേരണയിൽ സംഭവിച്ച ആദ്യ പാപം എന്ന് പറയുന്നത് ഈ ബന്ധം അങ്ങോട്ട് തകർന്നു പോയി. ഹല്ലേലൂയ. പറുദീസായിൽ ദൈവവുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധമുണ്ട്. ദൈവവുമായിട്ട് നമ്മൾ തോളത്ത് കൈയിട്ട് നടക്കുന്ന അതുപോലെ സ്നേഹത്തിൽ, പരിശുദ്ധിയിൽ പങ്കുകാരായി ജീവിച്ചു കൊണ്ടിരുന്ന ഒരു അനുഭവത്തിൽ നിന്നാണ് പിശാച് അവരെ പാപത്തിന് നിർബന്ധിച്ചിട്ട് ദൈവത്തിൽ നിന്നും അകറ്റുന്നതും ദൈവസ്നേഹത്തിൽ നിന്നും അവരെ വിച്ഛേദിക്കുന്നതും. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വചനം പറയാ, പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയും കൂടി അതിന് നിർവചിക്കണം. അവന്റെ ആദ്യകാലം മുതലുള്ള അവന്റെ പ്രവൃത്തി നമ്മളെ ദൈവത്തിൽ നിന്നും, സഹോദരങ്ങളിൽ നിന്നും, നമ്മളോട് തന്നെയുള്ള പ്രകൃതിയിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്നും നമ്മളെ അകറ്റുക. ഇത് പിശാചിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ.
പക്ഷെ ഇതൊരു പ്രശ്നമുണ്ട്. പിശാച് നമ്മുടെ തലയെ സിസ്റ്റത്തേക്ക് അടച്ചു പിടിച്ചേക്കുന്നുണ്ടെന്ന് എത്ര പറഞ്ഞാലും ചിലർ തലയ്ക്കകത്ത് ഇത് കയറുകയില്ല. എത്ര പറഞ്ഞാലും കയറില്ല, എത്ര വട്ടം പറഞ്ഞാലും കയറുകയില്ല. നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തെ തകർക്കുന്നത് പിശാചിന്റെ പ്രവൃത്തിയാണ്. അത് ആരിലൂടെ ആയിക്കൊള്ളട്ടെ. അപ്പനിലൂടെ പ്രവർത്തിക്കാം, അമ്മയിലൂടെ പ്രവർത്തിക്കാം, ജീവിത പങ്കാളിലൂടെ പ്രവർത്തിക്കാം, മക്കളിലൂടെ പ്രവർത്തിക്കാം, നാട്ടുകാരിലൂടെ പ്രവർത്തിക്കാം, അയൽവക്കക്കാരിലൂടെ പ്രവർത്തിക്കാം, ബന്ധുജന ആരിലൂടെ വേണമെങ്കിലും പിശാചിന് പ്രവർത്തിക്കാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ആത്യന്തികമായി പിശാച് ആഗ്രഹിക്കുന്നത് നിന്റെ ബന്ധത്തെ മുറിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വചനം പറയുകയാണ്, പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ വന്നതുപോലും. കണ്ടോ, ഇപ്പൊ യേശു എന്തിനാണ് ഈ ലോക ജീവിതത്തിലേക്ക്, ക്രിസ്തു ദൈവം മനുഷ്യനായി മനുഷ്യരൂപത്തിൽ മാംസം ധരിച്ച് ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഒരു കാരണം വിശുദ്ധ ഗ്രന്ഥം എഴുതി വെച്ചിരിക്കുന്നത് പിശാചിന്റെ പ്രവൃത്തി മൂലം തകർന്നുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാനും അവന്റെ ആ പ്രവൃത്തികളെ തകർക്കാനും വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. അവർക്ക് പറഞ്ഞേ ആമേൻ, ആമേൻ. അപ്പൊ യേശു എന്തിനാ വന്നേ? തകർന്നുപോയ എല്ലാ ബന്ധങ്ങളും പുനഃസ്ഥാപിക്കാൻ. സഹോദരങ്ങളുമായിട്ട് ദൈവവുമായിട്ടുണ്ടായിരുന്ന ആദ്യ ബന്ധത്തെ, തകർന്നുപോയ ആദ്യ ബന്ധത്തെ, അതുകൊണ്ടല്ലേ വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ വായിക്കുന്നില്ല, നിനക്ക് ആദിയിലുണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ എവിടെ? നിനക്ക് എവിടെയാ തെറ്റുപറ്റി? എവിടെയാ നിങ്ങൾ പുറകോട്ട് പോയത്? അത് തിരിച്ചറിഞ്ഞിട്ട് നീ തിരിച്ചു വാ എന്ന് വചനം പറയുന്നില്ലേ? അപ്പൊ ആദിയിലുണ്ടായിരുന്ന പരിശുദ്ധ സ്നേഹത്തിലേക്ക്, ആ സ്വർഗത്തിന്റെ പർദീസ അനുഭവത്തിലേക്ക് എന്നെയും നിങ്ങളെയും തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് സ്വർഗം വിട്ട് പർദീസ വിട്ട് ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നത്, ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ. കാരണം പിശാചിന്റെ പ്രവൃത്തിയായിരുന്നു ബന്ധത്തെ തകർക്കുക. അതുകൊണ്ട് പിശാചിനെ യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശിന്റെ ബലിയിൽ യേശു തകർത്തപ്പോ, പിശാചിന്റെ പ്രവൃത്തികളെ തകർത്തപ്പോ യേശു തകർത്തത് ഈ പറയുന്ന തകർന്നുപോയ ബന്ധങ്ങളെ മുഴുവനും കർത്താവ് കാൽവരി കുരിശിൽ കൂട്ടിയിണക്കി. ഹല്ലേലൂയ. ഉണ്ടോ? കുരിശിൽ സംഭവിച്ചതാ അല്ലേ? കുരിശിന്റെ ഷേപ്പ് തന്നെ നിങ്ങൾ നോക്കിക്കേ. ചിലർ ചോദിക്കാറുണ്ട്, കർത്താവ് എന്തിനാ കുരിശിൽ മരിച്ചേ? വേറെ ജയിലിൽ കിടന്ന് മരിക്കത്തില്ലായിരുന്നോ? അല്ലേ? ചിലർ എന്തിനാ നിങ്ങളുടെ ദൈവം കുരിശിൽ കിടന്ന് മരിച്ചേ? എന്തിനാ കുരിശിൽ കിടന്ന് മരിച്ചേ? വേറെ എവിടെയെങ്കിലും കിടന്ന് മരിക്കത്തില്ലായിരുന്നോ? എന്നിട്ട് ചിലർ ചോദിക്കാറുണ്ട്, ഇപ്പോൾ വല്ല എന്നാ ബസ്സിൽ കിടന്നാണ് മരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കാറിലിരുന്നാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ കാർ കഴുത്തി തൂക്കി നടക്കുമായിരുന്നോ? കർത്താവ് നമുക്ക് ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആദ്യ ഉൽപ്പത്തി പുസ്തകത്തിന് മുമ്പ് തന്നെ യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടേണ്ട ദൈവത്തിന്റെ ഒരു പദ്ധതിയാണിത്. കുരിശിൽ മരിക്കണമെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനങ്ങളിലൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവന്റെ മരണത്തെക്കുറിച്ച്. അവന്റെ ജനനത്തിന് മുമ്പേ അവൻ ഇങ്ങനെ ആയിരിക്കും മരിക്കുന്നത്, അവൻ ഇങ്ങനെ ആയിരിക്കും ജനിക്കുന്നത് എന്നൊക്കെ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കുരിശ് നോക്കിക്കേ, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുകയാണ് ഈ ഭാഗം. ഇങ്ങോട്ട് നോക്കിക്കേ, കണ്ടോ? ഇത് ഭൂമിയെ സ്വർഗവുമായിട്ട് ബന്ധിപ്പിക്കുക. ഇത് സഹോദരങ്ങൾ തമ്മിലുള്ള തകർന്നുപോയ ബന്ധത്തെ പുനഃസ്ഥാപിക്കുക. അതിൻ്റെ നടുവിലാണ് ഈശോ കിടക്കുന്നത്. യേശു സ്വർഗത്തെയും ഭൂമിയെയും അതായത് ദൈവവുമായിട്ടുള്ള ബന്ധത്തെയും നേർരേഖയിലും എതിർരേഖയിലുമുള്ള സകല ബന്ധങ്ങളെയും യേശു തൻ്റെ കാൽവരി കുരിശിൽ അകലങ്ങളിലായിരുന്നു നമ്മളെ അടുപ്പിച്ച് നിർത്തി. അതാണ് ഈശോ ചെയ്തത്. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ എഫേസുസാർക്ക് എഴുതിയ ലേഖനം ഒന്നെടുത്തേ, എൻ്റെ 2-ാം അധ്യായം എടുത്തേ. എഫേസൂസ് 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം ഒന്നെടുത്തേ. 2:13. അത് തന്നെ വായിച്ചോ. എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു.
ശ്രദ്ധിക്കുക, ഇത് വിജാതീയരെ കുറിച്ചും വിജാതീയർക്ക് പോലും യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ ഭാഗഭാഗിത്വത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കൽ വിജാതീയരായിരുന്ന നിങ്ങൾ, പരിച്ഛേദനം പോലും ചെയ്യാതിരുന്ന നിങ്ങൾ, അപരിച്ഛേദിതരായിരുന്നവര്, അല്ലെങ്കിൽ ശരീരത്തിൽ പരിച്ഛേദനം ചെയ്തിട്ടും അപരിച്ഛേദിതരായി ജീവിച്ചു കൊണ്ടിരുന്ന നിങ്ങൾ, ക്രിസ്തുവിനെ അറിയാതെ ദൈവത്തെ അറിയാതെ ജീവിച്ചു കൊണ്ടിരുന്ന നിങ്ങൾ വിദൂരത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും അകലെയായിരുന്ന നിങ്ങളെ വചനം പറയുന്നു ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവന്റെ രക്തം വഴി, ആരുടെ രക്തം വഴി? യേശു ക്രിസ്തുവിന്റെ രക്തം വഴി നമ്മെ സമീപസ്ഥരാക്കിയിരിക്കുന്നു. കണ്ടോ, അകന്നുപോയ നമ്മളെ ദൈവത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അകന്നുപോയ നമ്മളെ ദൈവം യേശുക്രിസ്തുവിന്റെ രക്തം വഴി അവനോട് സമീപസ്ഥരാക്കി മാറ്റി അടുപ്പിച്ചു. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഇതാണ് യേശുക്രിസ്തുവിൽ ദൈവം ചെയ്ത പ്രവൃത്തി. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാനും കൂടിയിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ദൈവപുത്രൻ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ എവിടെയാ? അകലങ്ങളിലാണോ അടുത്താണോ? പറ, എവിടെയാ? അകലങ്ങളിലായിരുന്ന വിദൂരത്തായിരുന്ന നമ്മളെ ഇത് കണ്ടോ, ഈ അൾത്താരയോട് അടുപ്പിച്ച് നിർത്തിയില്ലേ? അവന്റെ ശരീരവും രക്തവും നമ്മുടെ നാവിൽ വരുവോളം അത്രമാത്രം ദൈവം നമ്മുടെ അടുത്തായില്ലേ? പഴയ നിയമത്തിൽ ദൈവം ഇങ്ങനെ അകലങ്ങളിൽ ഇരിക്കുന്ന പേര് പോലും പറയില്ല. അവര് കർത്താവിനെ കാണാൻ പോലും പറ്റില്ല, കണ്ടാൽ മരിക്കുമെന്നാ പറയുന്നത്. അത്ര അകലെയായിരുന്ന ദൈവം, വചനം പറയുന്ന പോലെ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് നമ്മിൽ ഒരുവനായി നമ്മെ പോലെ അവൻ മനുഷ്യന്റെ പ്രകൃതിയിൽ കാണപ്പെട്ടു. ഹല്ലേലൂയ. എന്നിട്ട് ഈ സഹനവും ഈ കുരിശുമരണവും ഈ വേദന എല്ലാം ഈശോ സഹിച്ചത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. മക്കളെ, നമ്മൾ ദൈവത്തോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മൾക്ക് വിദൂരത്തായിരിക്കുന്ന സകലരെയും ചേർത്ത് പിടിച്ച് ഒരേ ലക്ഷ്യത്തോടുകൂടി ഒരേ സ്നേഹത്തിലും ഒരേ രക്തത്തിലും ഒരേ ശരീരത്തിലും പങ്കുകാരായി ആ ഒരു ഐക്യത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ കാൽവരിയിൽ മരിച്ചത് പോലും. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിത്രമാത്രം ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കുകാരായിട്ടും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ അവൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ചിട്ടും ഇന്നും പ്രിയപ്പെട്ടവരെ അകലങ്ങളിൽ കഴിയുന്നവരുണ്ട്. അതാണ് വേദന. ദൈവത്തോടകന്ന് സഹോദരങ്ങളോടകന്ന്. ഇത് ഭയങ്കര ഡേഞ്ചറസ് പൊസിഷനാണ്. ദൈവത്തോട് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി, അവൻ എന്തിനു വേണ്ടി കാൽവരി കുരിശിൽ മരിച്ചുവോ, അവൻ എന്തിനു വേണ്ടി രക്തം ചിന്തിയോ, അവൻ എന്തിനു വേണ്ടി ദൈവപുത്രനായി ഈ ലോകത്തിലേക്ക് വന്നുവോ, ആ ലക്ഷ്യം എന്നിലും നിങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നും നമ്മൾ വെറുപ്പിലും വിദ്വേഷത്തിലും സ്നേഹിക്കാതെ ക്ഷമിക്കാതെ ജീവിക്കുമ്പോൾ അതിനർത്ഥം നമ്മൾ ഇന്നും വിദൂരത്താണ്, ഇന്ന് സമീപസ്ഥരായിട്ടില്ല. ഹല്ലേലൂയ. എന്ത് കാരണമുണ്ടായാലും നമുക്കിങ്ങനെ കുറേ കാരണങ്ങളുണ്ടാവും. ഇങ്ങനെ എണ്ണി പറയാൻ കുറേ കാരണങ്ങളുണ്ടാവും. സ്നേഹിക്കാതിരിക്കാൻ, ക്ഷമിക്കാതിരിക്കാൻ, എളിമപ്പെടാതിരിക്കാൻ, മനസ്സിലാക്കാതിരിക്കാൻ, തള്ളി മാറ്റാൻ, മാറ്റി നിർത്താനൊക്കെ നമ്മൾ എണ്ണി പറയുന്ന കാരണങ്ങളുണ്ട്. അത് നമ്മളെ വേദനിപ്പിച്ച കാരണങ്ങളാണ്. എന്നിട്ട് പറയാം, അച്ഛനറിയാവോ, ഇന്ന കാരണം കൊണ്ട് ഇനി പറ എങ്ങനെയാ സ്നേഹിക്കുന്നേ? സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈശോയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ആരാ ഉറക്കെ പറഞ്ഞേ? ഈശോ. സന്തോഷം. ഈശോയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് ഈശോയുടെ അടുത്ത് നിങ്ങളിങ്ങനെ ഈശോ ചോദിക്കുകയാണ്, മോളെ, നീ എന്തുകൊണ്ടാണ് ക്ഷമിക്കാത്തെ? നീ എന്തുകൊണ്ടാണ് നിന്റെ അയൽവാസിയെ സ്നേഹിക്കാത്തെ?
നീ എന്തിനാ ഇപ്പോഴും ഉള്ളിൽ അവരോട് വെറുപ്പും വിദ്വേഷമൊക്കെ? നിൻ്റെ മാതാപിതാക്കളോട് ഇത്രയും വർഷമായില്ലേ, 25-30 വർഷമായില്ലേ, ഇപ്പോഴും നിൻ്റെ അമ്മായിയമ്മയോടും അമ്മായിയപ്പനോടും മരുമകളോടൊക്കെ എന്തിനാ ഇപ്പോഴും മനസ്സിൽ ഈ വെറുപ്പ് സൂക്ഷിച്ച് ദൈവത്തിൽ നിന്ന് വിദൂരത്ത് നീ എന്തിനാ കഴിയുന്നേ എന്ന് ഈശോ ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്? പറ, നമ്മൾ എന്തായിരിക്കും പറയുന്നത്? അല്ലേ, ഇപ്പോൾ അച്ഛൻ പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ന്യായീകരണം പറയാൻ, അല്ലേ? അച്ഛന്മാരുടെ അടുത്ത് വരുമ്പോഴാണല്ലോ നമുക്ക് ന്യായീകരണമുള്ളൂ. നമ്മളിങ്ങനെ കുറേ ലിസ്റ്റ് വരുത്തുന്നത്. കർത്താവ് തന്നെ നേരിട്ട് ചോദിക്കുവാണെങ്കിൽ എന്നാ പറയും? പറ. അതിന് ഞങ്ങൾക്ക് ആരോടും ബുദ്ധിമുട്ടൊന്നുമില്ല അച്ഛാ, പിന്നെ എങ്ങനെ പറയുന്നല്ലേ? ഞങ്ങൾക്ക് ആരോട് വെറുപ്പില്ല, ഞങ്ങൾക്ക് ആരോട് വിദ്വേഷമില്ല, ഞങ്ങൾക്ക് ആരോടൊരു കുഴപ്പമില്ല. നോക്കിക്കേ, ഇത്രയും വർഷത്തെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മളെ വഞ്ചിച്ചവർ, നമ്മളെ ചതിച്ചവർ, സ്നേഹം കൊണ്ട് സ്നേഹിക്കാതെ ചതിച്ചവർ, മറ്റു മേഖലകളിൽ നമ്മളെ വഞ്ചിച്ചവർ, നമ്മളെ മാറ്റി നിർത്തിയവർ, നമ്മുടെ ജീവിതം തകർന്നു പോകാൻ കാരണമായത്, നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ ഒക്കെ ഒത്തിരി പേരില്ലേ? ഈശോ തന്നെ നേരിട്ട് ചോദിക്കുകയാണ്, മോളെ നീ എന്താ ഇപ്പോഴും ക്ഷമിക്കാതിരിക്കുന്നേ? ഞാൻ ഈ പിടഞ്ഞു മരിച്ചതും, ഞാൻ രക്തം ചിന്തിയതും, ഞാൻ കാൽവരിയുടെ നെറുകയിൽ ഒന്നുമല്ലാതായി തീരുന്നതും വിദൂരത്തായിരുന്ന നിന്നെ സമീപസ്ഥനാക്കാനല്ലേ? വിദൂരത്തായിരുന്ന നിന്നെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും പരിശുദ്ധിയിൽ നിന്നും വിദൂരത്തായിരുന്ന നിന്നെ സമീപസ്ഥനാക്കാൻ വേണ്ടിയല്ലേ ഞാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നത്? ഈ അൾത്താര വിട്ട് നിന്റെ നാവിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരുന്നത് വിദൂരത്തായിരുന്ന മനോഭാവത്തിൽ, സ്നേഹത്തിൽ, ക്ഷമയിൽ, വിശുദ്ധിയിൽ വിദൂരത്തായിരുന്ന നിന്നെ സമീപസ്ഥനാക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നതെന്ന് ഈശോ ചോദിക്കുമ്പോൾ നമുക്ക് എന്തുത്തരം കൊടുക്കാൻ പറ്റും? എന്ത് ന്യായീകരണം പറയാൻ പറ്റും? ഹല്ലേലൂയാ. ശ്രമമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു കാര്യം ഉറപ്പാണ്, വിശുദ്ധ ഗ്രന്ഥത്തിൽ, സുവിശേഷത്തിലും പുതിയ നിയമത്തിലൊക്കെ പറയുന്നൊരു കാര്യമാണ്, കർത്താവിനെ ഇങ്ങനെ മുഖാമുഖം നമ്മൾ കാണുന്ന ഒരു ദിവസമുണ്ട്. വെളിപാടിൻ്റെ 1:7 ഇങ്ങനെയാ പറയുന്നത്, കർത്താവിനെ കുത്തി മുറിവേൽപ്പിച്ചവനും അവനെ പ്രതി മാറത്തടിച്ച് കരഞ്ഞവനും അവനെ ഇങ്ങനെ കൺമുമ്പിൽ കാണുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയാ. വേറെ ഒന്നും ധ്യാനിക്കണ്ട, നമ്മുടെ മരണത്തോടെ നമ്മൾ തമ്പുരാനെ മുഖാമുഖം കാണുമെന്ന് മാത്രം ദർശിച്ചാൽ മതി, ധ്യാനിച്ചാൽ മതി. നമുക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല. ചിലരൊക്കെ ഇങ്ങനെ നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെ ഇങ്ങനെയായി, നമുക്ക് അതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. എങ്ങനെ ചില ഹൃദയം ഇത്ര കഠിനമായി പോയി? ഇങ്ങനെ നമ്മൾ അറിയാം, അവർക്ക് ഞങ്ങൾ അച്ഛൻ ഞങ്ങൾ ക്ഷമിക്കില്ല, അച്ഛൻ പറഞ്ഞാലും ഞങ്ങൾ ക്ഷമിക്കുകയില്ല, എന്നാ ചെയ്യാം? ആര് വന്ന് പറഞ്ഞാലും ഞങ്ങൾ ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങൾ എങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിച്ചോളാം, ഞങ്ങൾ എങ്ങനെയൊക്കെ ജീവിക്കോളൂ, ഞങ്ങൾ ക്ഷമിക്കുകയില്ല, ഞങ്ങൾ സ്നേഹിക്കുകയില്ല, ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല, ഞാൻ എളിമപ്പെടില്ല. കെട്ടിയോ വേണമെങ്കിൽ എളിമപ്പെടട്ടെ, ഭാര്യ വേണമെങ്കിൽ എളിമപ്പെടട്ടെ, മക്കൾ എളിമപ്പെടട്ടെ, മാതാപിതാക്കൾ എളിമപ്പെടട്ടെ, ഞാൻ എളിമപ്പെടുകയില്ല. എന്നാ ചെയ്യും? അല്ലെ, മക്കളെയൊക്കെ ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, വടിയെടുത്ത് അടിക്കുമ്പോണ്ടല്ലോ, അടിച്ചടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പല്ലൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കും, തല്ലിക്കോ തല്ലിക്കോ തല്ലിക്കൊന്നാലും, അങ്ങനെ പറയുന്നത്, ഇങ്ങ് തല്ലിക്കോ, ഇങ്ങനെ നിൽക്കും. എത്ര അടി കൊണ്ടാലുണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കും, എന്നിട്ട് തല്ലിക്കൊന്നോളാൻ പറയും. അത്രമാത്രം ഹൃദയം അങ്ങോട്ട് കഠിനമായി പോകുന്ന ചില ജീവിതങ്ങൾ. ഒന്നും ചെയ്യാനില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി ദൈവം നേരിട്ട് പ്രവർത്തിക്കാന്നുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ വിളിക്കാന്നുള്ളൂ. ഈ സംഭവങ്ങൾ, ഈ സാഹചര്യങ്ങളിലും അവരെ ദൈവത്തിന് കൊടുത്തിട്ട് ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക. ദൈവം എൻ്റെ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തക്കവിധം നമ്മൾ പ്രാർത്ഥിക്കാന്നുള്ളതുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ വിദൂരത്താകാതെ നമ്മൾ ദൈവത്തോട് സമീപസ്ഥയായി ഇരുന്നിട്ട് ദൈവത്തോട്, ദൈവസന്നിധിയിൽ ആർക്ക് വേണ്ടിയാണോ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പക്ഷെ നമ്മൾ അകലത്തിരുന്നിട്ട് അപ്പുറത്ത് അകലിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവം എങ്ങനെ കേൾക്കുന്നത്? ഇതാണ് നമ്മുടെ പ്രശ്നം പലപ്പോഴും. 2:16 എന്നതാ? എന്തോ ഏതായാലും ഒരു വെളിപാട് ആർക്കോ കിട്ടി, അതുകൂടി വായിച്ചേക്കാം. എഫേസ്യസ് 2:16.
ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. ഹല്ലേലൂയ. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്ന, അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. ഇരുകൂട്ടർക്കെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ വിജാതീയരെയും യഹൂദരെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ വിദൂരത്താണ് എന്നൊരു കൺസെപ്റ്റ് അവർക്കുണ്ടായിരുന്നു, അകലെ. അപ്പോൾ പാപിയായിരുന്നാൽ ഒരു ചുങ്കക്കാരനും പാപിയൊക്കെ വന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ നമ്മൾ കാണുന്നില്ലേ, പുറകെ നിന്നിട്ട് ഞാൻ പാപിയാണെന്നാണ് പറഞ്ഞത്. അവന് അടുത്ത് നിൽക്കാനുള്ള യോഗ്യതയില്ലെന്ന് അവൻ അറിയാം. അതുകൊണ്ട് അവൻ അകലെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വചനം പറയുന്നു, അവൻ കർത്താവിൻ്റെ ഹൃദയത്തോട് ഏറ്റടുത്തവനായി മാറി. കാരണം അവൻ തമ്പുരാന്റെ സ്നേഹത്തിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇന്നോളം ഞാൻ വിദൂരസ്ഥനായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട്, ദൈവമേ നിന്നോട് ചേർന്നിരിക്കാൻ എന്നെയും അനുവദിക്കണമേ എന്ന് എളിമപ്പെട്ടു പ്രാർത്ഥിച്ചു. എളിമപ്പെട്ടു. ഏത് സാഹചര്യത്തിലാണ് അവൻ അകന്നു പോയത്, ഏത് പ്രശ്നത്തിൻ്റെ മേലാണ് അവൻ വിദൂരസ്ഥനായത്, അവൻ ആ മേഖലയിൽ എളിമപ്പെട്ടിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവൻ സമീപസ്ഥനായി മാറി. ഹല്ലേലൂയാ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ വിശുദ്ധ ജീവിതം, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സ്നേഹബന്ധങ്ങൾ എവിടെയൊക്കെയാണോ നമ്മൾ ദൈവത്തിൽ നിന്നും വിദൂരത്തായിരിക്കുന്നത്, ആ മേഖല ദൈവത്തിന് കൊടുത്തിട്ട് എളിമപ്പെട്ട്, ദൈവമേ എന്ന് പറഞ്ഞ് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഏതവസ്ഥയിൽ കടന്ന ആളായിക്കൊള്ളട്ടെ, വചനം പറയുന്നില്ലേ, കർത്താവ് നിന്നെ അവൻ്റെ സമീപസ്ഥനാക്കി മാറ്റും. ഇതാണ് ഏറ്റവും വലിയ പ്രോമിസ് യേശു ക്രിസ്തുവിൽ. നിങ്ങൾ നോക്കിയോ, യേശു ക്രിസ്തുവിലുള്ള ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാവോ? നമ്മൾ പന്നിക്കൂട്ടി കടന്നാലും കർത്താവ് നമ്മളെ കൊണ്ടെടുക്കും. ഹല്ലേലൂയ. നമ്മൾ ഏതറ്റം വരെ പോയാലും കുഴപ്പമില്ല, എളിമപ്പെടാൻ തയ്യാറാണെങ്കിൽ ഈശോ പറയും പോരെ. ദൈവത്തിന് ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. കണ്ടോ, പിശാചിന്റെ സ്വഭാവം പോലെ തന്നെ ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവത്തിന് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല, തൻ്റെ മക്കളെ ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല, കരുണ കാണിക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങളിവിടെ വരുമ്പോൾ ദൈവത്തിന് നിങ്ങൾ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവത്തിന് അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ല. ദൈവം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചൊക്കെ, ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി, ഇന്ന് വേണ്ട, നാളെ മതി, നാളെ ഞാൻ അടുത്തോളം, ഇന്ന് ഞാൻ ഇച്ചിരി അകന്ന് നിന്നോളാം. നമ്മളപ്പോൾ വിദൂരത്തായിരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന് അനുഗ്രഹിക്കാത്തത്. ദൈവം നമ്മൾ സമീപസ്ഥരായിരിക്കുമ്പോൾ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ യേശുക്രിസ്തുവിൻ്റെ രക്തം വഴി വിദൂരത്തായിരുന്ന നമ്മളെ അവൻ സമീപസ്ഥരാക്കി. എന്നിട്ട് പിശാചിൻ്റെ ഈ പ്രവൃത്തിയാണ് തകർത്തത്. ആ പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്, പാപത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ സമീപസ്ഥരായിരുന്ന നമ്മളെ പിശാച് നമ്മളെ വിദൂരസ്ഥയിലേക്ക് മാറ്റി, അകലങ്ങളിലേക്ക് മാറ്റി. ദൈവത്തിൽ നിന്നും, കൂടപ്പറപ്പുകളിൽ നിന്നും, സഹോദരങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ അകന്ന് പോകാൻ പിശാച് പ്രേരിപ്പിച്ചു. ഇതിനെയാണ് പിശാച് തകർത്തത്. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പിശാചിൻ്റെ ഈ പ്രവൃത്തിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതുപോലും. ഹല്ലേലൂയ. ഈശോ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്നാന്ന് ചോദിച്ചാൽ ഈ ലക്ഷ്യമാണ്. അതായത് വിദൂരത്തായിരിക്കുന്ന എല്ലാവരെയും സമീപസ്ഥരാക്കി മാറ്റണം. ഇന്ന ജാതിയെന്നോ ഇന്ന മതമെന്നോ ഒന്നും ദൈവത്തിനില്ല. മതവും ജാതിയൊക്കെ നമ്മളുണ്ടാക്കിയതാണ്. അതൊക്കെ മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. മതങ്ങളെല്ലാം മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. ദൈവം ഈശോ ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. ഈശോ പറഞ്ഞു, പിതാവിങ്കിലേക്കുള്ള വഴി ഇതാ, എന്നെ കാണ്, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഈശോ പറഞ്ഞു, നീ എൻ്റെ പിന്നാലെ വാ, പിതാവിൻ്റെ അടുത്തേക്ക് വരാം. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇതാണ് ഈശോ പറഞ്ഞത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുരിശുമെടുത്ത് പിന്നാലെ വരട്ടെ. ആ വഴികളിലൂടെ, സത്യത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ ചലിക്കുമ്പോൾ അത് സ്വർഗത്തിൻ്റെ വഴിയാണ്, അത് ദൈവത്തിൻ്റെ വഴിയാണ്, അത് നിത്യതയിലേക്കുള്ള വഴിയാണെന്നാണ് അതിനെ നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ നമ്മളൊന്നും ആലോചിക്കുക, തമ്പുരാൻ എത്രമാത്രം സഹിച്ചിട്ടാണ്
വിദൂരത്തായിരുന്ന തകർന്നു പോയ നമ്മുടെ ബന്ധത്തെ ദൈവം പുനഃസ്ഥാപിച്ച്, ഈശോ പുനഃസ്ഥാപിച്ച്. ഈശോ ഇത്ര സഹിച്ചിട്ടല്ലേ ബന്ധം പുനഃസ്ഥാപിച്ച്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് തകർന്നു പോകുന്ന നമ്മുടെ ചില സ്വാർത്ഥത കൊണ്ടും അഹങ്കാരം കൊണ്ടും തകർന്നു കിടക്കുന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ നമുക്കൊരല്പമെങ്കിലും സഹിച്ചുകൂടാ? നമുക്കെന്തേ ഒരു അല്പം സഹിക്കാൻ പറ്റാതെ? നമുക്കെന്തേ ഒരു അല്പം വിട്ടുകൊടുക്കാൻ പറ്റാതെ? നമുക്കെന്തേ ഒരു അല്പം എളിമപ്പെടാൻ പറ്റാതെ? യേശു കാൽവരി കുരിശോളം എളിമപ്പെട്ടില്ലേ? ദൈവമായിരുന്നിട്ട് മനുഷ്യരൂപം സ്വീകരിക്കുമ്പോഴും യേശു എളിമപ്പെട്ടില്ലേ? കാൽവരിയിൽ അർദ്ധനഗ്നനായി കുരിശിൽ തറയ്ക്കുമ്പോഴും യേശു എളിമപ്പെട്ടില്ലേ? എന്തിനാ? ഈ ബന്ധം തകരാതിരിക്കാൻ, ബന്ധം മുറിയാതിരിക്കാൻ. എന്നിട്ട് എന്തേ നമുക്കൊരല്പം സഹനം, ചില ബന്ധങ്ങൾ മുറിയാതിരിക്കാൻ നമുക്കൊന്ന് എളിമപ്പെട്ടുകൂടാ? നമുക്കൊന്ന് ക്ഷമിച്ചുകൂടാ? നമുക്കൊന്ന് വിട്ടുകൊടുത്തുകൂടാ? നമുക്കൊന്ന് ചിലതൊക്കെ കണ്ടില്ലെന്ന് വെച്ചുകൂടാ? ബന്ധം തകരാതിരിക്കാൻ. അത് കാരണം അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ദൈവത്തിന്റെ വരവിന്റെ ലക്ഷ്യം തന്നെ ബന്ധങ്ങൾ തകരരുത് എന്നുള്ളതാണ് സ്വർഗത്തിന്റെ ലക്ഷ്യം. അതിന് അവൻ രക്തം ചിന്തിയത്. ആ രക്തത്തിലൂടെയാണ് അവൻ നമ്മളെ സമീപസ്ഥരാക്കിയത്. എന്നിട്ട് നമ്മൾ എന്നും വിദൂരത്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതും കാൽവരി കുരിശിന്റെ ലക്ഷ്യത്തെ നമ്മളല്ലേ ബോധപൂർവം ആ സത്യത്തെ നിഷേധിക്കുന്നതും. അതുകൊണ്ടാണ് ഹെബ്രായ 10:26 വചനം എഴുതി വെച്ചിട്ടുണ്ട്, സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ നമ്മുടെ പാപത്തിന് വേണ്ടി അർപ്പിക്കപ്പെടാൻ ഇനിയൊരു ബലി അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇനി യേശു ക്രിസ്തു രക്തം ചിന്തുന്നില്ലെന്ന്. ഇതറിഞ്ഞിട്ടും അവൻ എനിക്ക് വേണ്ടി ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കാൽവരിയുടെ നെറുകിൽ അവൻ രക്തം ചിന്തിയെന്ന് ഞാൻ അറിഞ്ഞിട്ടും അവന്റെ കുരിശുമരണത്തെ ബോധപൂർവം ക്ഷമിക്കാതെ, സ്നേഹിക്കാതെ, വെറുപ്പിലും വിദ്വേഷത്തിലും ഞാൻ കഴിയുമ്പോൾ ഇനി നിനക്ക് വേണ്ടി, നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഇനി സ്വർഗം ഒരു രക്തം ചിന്തലില്ലെന്ന്. കാരണം അവൻ ചിന്തിയ അവന്റെ ഏകബലി, അവന്റെ നിത്യമായ ബലിയെ നീ ബോധപൂർവം തള്ളിക്കളയുമ്പോൾ പിന്നെ മറ്റെന്ത് നിന്നെ അവന്റെ സ്നേഹത്തിലേക്ക് സമീപസ്ഥനാക്കി മാറ്റും? ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരു വചനം കേട്ടു പോകുന്ന ആത്മവഞ്ചകരായി നമ്മൾ മാറരുത്. വേറെ ഒന്നും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഒരനുഗ്രഹം കിട്ടിയില്ല, പട്ടിണി കിടന്ന് മരിച്ചു പോയാലും കുഴപ്പമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിച്ച് ഒന്നും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ജോലി കിട്ടിയില്ലെങ്കിലും, വിദേശത്ത് പോയില്ലെങ്കിൽ, പട്ടിണി കിടന്ന് നരകിച്ച് മരിച്ചാലും നമ്മൾ സ്വർഗത്തിൽ പോകും. പക്ഷേ ക്ഷമിക്കാതെ മരിച്ചാൽ നമ്മൾ സ്വർഗത്തിൽ പോകില്ല. സ്നേഹിക്കാതെ മരിച്ചാൽ നമ്മൾ സ്വർഗത്തിൽ പോകില്ല. വേറെ എങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല. ക്യാൻസർ വന്ന് മരിച്ചോട്ടെ, പട്ടിണി കിടന്ന് മരിച്ചോട്ടെ, എങ്ങനെ വേണേലും മരിച്ചോട്ടെ, പക്ഷേ സ്നേഹിക്കാതെ ക്ഷമിക്കാതെ മരിച്ചാൽ നമ്മൾ സ്വർഗത്തിൽ പോകില്ലെന്നും വിദൂരങ്ങളിലായിരിക്കുന്ന നമ്മളെ സമീപസ്ഥനാക്കാൻ വേണ്ടി അവൻ കാൽവരിയിൽ നമുക്കായിട്ട് ബലിയായി തീർന്നതും ഈ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി. അത് നമ്മൾ ബോധപൂർവം നിരസിക്കരുത്, അത് ബോധപൂർവം നമ്മൾ തള്ളിമാറ്റരുത്. അവൻ്റെ സ്നേഹത്തെയാണ് നമ്മൾ തള്ളിമാറ്റുന്നത്. അവൻ്റെ പരിശുദ്ധിയിൽ പങ്കുകാരാകാതിരിക്കുമ്പോൾ അവൻ്റെ കുരിശിലെ ബലിയാണ് നമ്മൾ ബോധപൂർവം നിഷേധിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഒരു തീരുമാനം എടുക്കാം, ഈശോയെ ഞാൻ മൂലം ആരെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രവൃത്തി മൂലം, എൻ്റെ അഹങ്കാരവും എൻ്റെ സ്വാർത്ഥതയും മൂലമൊക്കെ എനിക്ക് എളിമപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ഏതെങ്കിലും ബന്ധം മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എളിമപ്പെടുമെന്ന് തമ്പുരാൻ്റെ മുമ്പിൽ അവൻ്റെ ബലിയോട് ജീവിതത്തെ ചേർത്ത് വെച്ച് തീരുമാനിക്കുക. ഇനി മറ്റാരെങ്കിലുടെയും പ്രവൃത്തി മൂലമായിരിക്കാം ബന്ധം മുറിഞ്ഞു പോയത്, എങ്കിലും ഞാൻ എളിമപ്പെട്ട് ഒന്ന് മാപ്പ് ചോദിച്ചാൽ തീരാനുള്ള പ്രശ്നം ഉള്ളെങ്കിൽ പ്രിയപ്പെട്ടവർ, അതിനുള്ളൊരു കരുത്ത് ഈ ദിവസം നമ്മൾ എടുത്തിട്ടെ ഈ കൺവെൻഷൻ ഹോൾ വിട്ട് പുറത്തേക്ക് പോകാവൂ. അല്ലെങ്കിൽ പിശാചിന്റെ പ്രവൃത്തി നിന്നിൽ ഇന്നും നശിപ്പിക്കപ്പെട്ടിട്ടില്ല. നീ ഇന്നും പിശാചിന്റെ വഞ്ചനയിലാണ്, അവൻ്റെ നുണയിലാണ്, അവൻ്റെ കെണിയിലാണ്, അവൻ്റെ ചതിക്കുഴിയിലാണ് നീ ഇന്നും കിടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.